ഡൽഹിയിലെ ഇന്ദ്രാപുരി എന്ന് പറയുന്ന സ്ഥലത്താണ് നീലു ജിതേന്ദ്ര ദമ്പതികൾ താമസിച്ചിരുന്നത്. ഇവർക്ക് ദിവ്യാൻഷ് എന്ന് പറയുന്ന 11 വയസ്സുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു. ഒരു അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് എടുത്തിട്ടായിരുന്നു കേട്ടോ ഇവർ താമസിച്ചിരുന്നത്. അപ്പോൾ ഈ പയ്യന്റെ അമ്മയായിട്ടുള്ള നീലുവിന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ അവരൊരു ഫാക്ടറിയിലായിരുന്നു ജോലി ചെയ്യുന്നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അച്ഛനായിട്ടുള്ള ജിതേന്ദ്ര ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. സോ ഇവർ അത്യാവശ്യം ഫൈനാൻഷ്യലി വലിയ സീനൊന്നും ഇല്ലാത്ത നല്ല സ്മൂത്തായിട്ട് പോകുന്ന ഒരു ഫാമിലി ആയിരുന്നു. അവിടെ അടുത്തുള്ള ഒരു നല്ല സ്കൂളിൽ 6ാം ക്ലാസ്സിലായിരുന്നു ദിവ്യാൻഷ് പഠിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇവരുടെ ഒരു റൊട്ടീനും കാര്യങ്ങളും പറയാന്നുണ്ടെങ്കിൽ രാവിലെ ഈ പയ്യൻ ഇതേപോലെ തന്നെ സ്കൂളിലോട്ട് പോകും, അച്ഛനും അമ്മയും വർക്കിന് പോകും. അതിനുശേഷം ഈ പയ്യനായിരിക്കും നേരത്തെ വരിക. അപ്പോൾ ഈ പയ്യൻ്റെ കയ്യിൽ ഒരു സ്പെയർ കീ ഉണ്ട്. ആ പയ്യൻ വീടിൻ്റെ അകത്തോട്ട് കയറും, പിന്നീട് സ്നാക്കും കാര്യങ്ങളൊക്കെ കഴിക്കും. അതിനുശേഷം കുറച്ച് നേരം അവിടെ കളിക്കും, പിന്നെ റെസ്റ്റ് എടുക്കും. പിന്നീട് ആ പയ്യന് ഡാൻസ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നേരെ ഡാൻസ് ക്ലാസ്സിലോട്ട് പോകും. ഈ അച്ഛനും അമ്മയും പിന്നീട് ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ വരുമ്പോൾ അതിനുശേഷം അവർ വീട്ടിലോട്ട് വരും. അങ്ങനെയായിരുന്നു ഇവരുടെ റൊട്ടീനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നിരുന്നത്. അന്ന് കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് 10, 2023. എന്നത്തെയും പോലെ തന്നെയുള്ള ഒരു സാധാരണ ദിവസമായിരുന്നു അന്ന്. രാവിലെ തന്നെ അച്ഛനമ്മയും ജോലിക്കും പോയി, ഈ പയ്യൻ സ്കൂളിലോട്ടും പോയി. ഈവനിങ് ആയപ്പോൾ ദിവ്യാൻഷ് തിരിച്ചു വന്നു. വീട്ടിൽ കയറി, വീട്ടിലൊരു ഫോൺ ഉണ്ടായിരുന്നു. ആ ഫോൺ ഉപയോഗിച്ചിട്ട് അമ്മയെ വിളിക്കുകയാണ്. ഞാനിവിടെ തിരിച്ചെത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറയാനായിട്ട് റെഗുലറായിട്ട് ഒരു പയ്യൻ വിളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു റെഗുലർ കോളായിരുന്നു അത്. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഡാൻസ് ടീച്ചറുടെ കോള് അമ്മക്ക് ചെല്ലുകയാണ്. മകൻ എന്തെയ്യുന്നു വന്നില്ല എന്നുള്ളൊരു ചോദ്യമായിരുന്നു അവർ ചോദിച്ചത്. സാധാരണഗതിയിൽ ലീവ് എടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാറുണ്ടായിരുന്നല്ലോ എന്തെയ്യുന്ന അവൻ വരാഞ്ഞെന്നുള്ളൊരു കോള് വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ അമ്മ ഞെട്ടിപ്പോയി. അവർ ഉടനെ തന്നെ മകനെ ആ വീട്ടിലുള്ള നമ്പറിലോട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ്. എന്നാൽ ആ ഒരു ഫോണൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം നൈബേഴ്സിനെയും മറ്റൊക്കെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു വീട് ഇതേപോലെ തന്നെ പുറത്തുനിന്ന് പൂട്ടിയിട്ടുണ്ട്, വീടിൻ്റെ ഉള്ളിൽ ആരും ഉള്ളതായിട്ട് തോന്നുന്നില്ല എന്നുള്ള കാര്യം പറയുകയാണ്. ഇതൊക്കെ കൂടെ ആയപ്പോൾ ഈ അമ്മ ആകെപ്പാടെ പാനിക് ആവാണ്. നീലു ഉടനെ തന്നെ തൻ്റെ മാനേജറെ കണ്ടിട്ട് വീട്ടിൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ട്, എനിക്ക് വേഗം പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് ഇറങ്ങുകയാണ് ഉണ്ടായത്. അവരിതേപോലെ തന്നെ അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിലെത്തി നോക്കുമ്പോൾ മകന്റെ ഷൂവും ചെരുപ്പും എല്ലാം അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ മകൻ പുറത്തൊന്നും പോയിട്ടില്ല എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പായി. അവരുടെ കയ്യിലുള്ള സ്പെയർ കീ യൂസ് ചെയ്തിട്ട് ഡോറ് തുറന്ന് അകത്തോട്ട് കയറുകയാണ്. അവർ റൂമും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു, ബാത്റൂം നോക്കി, അങ്ങനെ എല്ലാ സ്ഥലവും പരതി. എന്നാൽ മകനെ അവിടെ ഒന്നും തന്നെ അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അതിനുശേഷം നൈബേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി ചോദിച്ചു. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബാക്കി ആ പയ്യൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോട്ടൊക്കെ പോയി എല്ലാവരുടെ അടുത്തും ചോദിച്ചു. എന്നാൽ അവരാരും തന്നെ അന്ന് ദിവ്യാൻഷിനെ കണ്ടിട്ടുണ്ടായില്ല. ഇതൊക്കെ കൂടെ ആയപ്പോൾ അവരാകപ്പാടെ പാനിക്കായി ഉടനെ തന്നെ ഹസ്ബൻഡിനെ വിളിച്ച് വിവരം അറിയിക്കുകയാണ്. വിവരം അറിഞ്ഞ ഹസ്ബൻഡും നേരെ തന്നെ ജോലി സ്ഥലത്ത് നിന്ന് ഇവരുടെ വീട്ടിലോട്ട് എത്തുകയാണ്. അപ്പോൾ മകനെ കാണാനില്ല എന്നുള്ളൊരു കാര്യം അവർ ഇതേപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്തു. നേരെ പോലീസിനെയും വിവരം അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ആ പയ്യന് എന്താണ് സംഭവിച്ചത്? ആ പയ്യൻ എങ്ങോട്ടാണ് പോയത്? പോലീസുകാർ ഈ ഒരു കേസ് എങ്ങനെയാണ് അന്വേഷിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റിസിൻ ദിസ് സൈഡ്. അവർ നോക്കുമ്പോൾ മകൻ എന്തായാലും പുറത്തോട്ട് പോയിട്ടില്ല. വീടിൻ്റെ അകത്ത് എന്തൊക്കെയോ അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട്. ആരോ വീട്ടിലോട്ട് കയറിയിട്ടുണ്ട്. സോ അവർ വീണ്ടും തറവായിട്ട് ചെക്ക് ചെയ്യാണ്. അങ്ങനെ നോക്കുന്ന ടൈമിൽ അവരുടെ ബെഡ് എന്തോ മിസ്പ്ലേസ് ആയിട്ട് കിടക്കുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യാണ്. അവരുടെ ബെഡിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പോൾ അമ്മക്കൊരു ഭയം ഉണ്ടാവുകയാണ്, ഇനി മകനെങ്ങാനും ആ സ്റ്റോറേജ് സ്പേസിൻ്റെ അകത്തുണ്ടോ എന്നുള്ളത്. അവർ പേടിച്ചുകൊണ്ട് ആ ഒരു ബെഡ് മാറ്റി ആ സ്റ്റോറേജ് സ്പേസ് തുറന്ന് നോക്കിയപ്പോൾ അവർ പ്രതീക്ഷിച്ച പോലെ തന്നെ അവിടെ നടക്കുകയായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന അവരുടെ മകനെ ആയിരുന്നു അവർ കണ്ടത്. ഉടനെ തന്നെ ആ പയ്യനെയും എടുത്ത് അവർ ഹോസ്പിറ്റലിലോട്ട് ഓടുകയായിരുന്നു. അവിടെ എത്തി ആ മകനെ പരിശോധിച്ച ഡോക്ടേഴ്സ് പറഞ്ഞത് ഓൾറെഡി ആ പയ്യൻ മരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് കേട്ട പാരൻസ് ആകപ്പാടെ തകർന്നു പോവുകയാണ്. ഉടനെ തന്നെ പോലീസുകാരും ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. അവർ ഇതേപോലെ തന്നെ നൈബേഴ്സിനെയും മറ്റുമൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ ഈ പയ്യൻ ഇതേപോലെ ആ ഒരു വീട്ടിലോട്ട് സ്കൂൾ വിട്ട് വരുന്നതായിട്ട് പലരും കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ആ പയ്യൻ അവിടെ നിന്ന് പുറത്തോട്ട് പോകുന്നത് ആരും തന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് വരുമ്പോൾ ഒരു സ്ത്രീ ഇതേപോലെ തന്നെ ഒരു കാര്യം പറയുകയാണ്. ഇവിടെ ഒരു സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 20-25 പ്രായമുള്ള ഒരു സ്ത്രീയാണ്. അവർ മുഖത്ത് സ്കാർഫ് വെച്ച് മറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ അവർ അപ്പാർട്ട്മെൻറ്റിലോട്ട് പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ടെന്നുള്ളത് ഇവർ പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. അങ്ങനെ പോലീസുകാർ അവിടെ അടുത്ത് വല്ല CCTVയോ മറ്റോ ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുകയായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്ത് തന്നെ ഒരു CCTV ക്യാമറ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പോലീസുകാരങ്ങനെ ഒരു CCTV വിഷ്വൽസും മറ്റും ചെക്ക് ചെയ്യാണ്. അപ്പോൾ ഒരു ഈവനിങ് ടൈമിൽ ഇതുപോലെ തന്നെ ഒരു സ്ത്രീ അങ്ങോട്ട് കയറി പോകുന്നതിൻ്റെ വിഷ്വൽസ് അവർക്ക് ലഭിക്കുകയാണ്. ഒരു ബ്ലൂ ജീൻ ആ സ്ത്രീ ധരിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മുഖം മറച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 5 അടിയോളം ഹൈറ്റ് ഉണ്ടായിരുന്നു.
അതേപോലെ തന്നെ ഒരു 6:35 6:40 ടൈമിൽ ആ സ്ത്രീ പുറത്തോട്ട് ഇറങ്ങി പോകുന്നതിൻ്റെയും വിഷ്വൽസ് ഉണ്ടായിരുന്നു. ആ സ്ത്രീ ഇറങ്ങി പോകുന്ന ടൈമിൽ ആ സ്ത്രീയുടെ കയ്യിൽ ഇതേപോലെ തന്നെ ഒരു കീയും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്ത്രീ തന്നെയാണ് ദിവ്യാൻഷിനെ കൊലപ്പെടുത്തിയെന്നുള്ളൊരു നിഗമനത്തിലോട്ട് പോലീസുകാരെത്തുകയാണ്. അങ്ങനെ അവർ ആ ഒരു സ്ത്രീയെ ട്രാക്ക് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ഒരുപാടധികം CCTV വിഷ്വൽസും മറ്റുമൊക്കെ പരിശോധിക്കുകയാണ്. ഏകദേശം 300-ലേറെ CCTV വിഷ്വൽസും കാര്യങ്ങളും പരിശോധിച്ചു. അതായത് ആ ഒരു സ്ത്രീ അവിടെ നിന്ന് സ്കൂട്ടി എടുത്ത് പോവുകയാണ്. അങ്ങനെ ആ ഒരു സ്ത്രീയെ പല CCTV വിഷ്വൽസും മറ്റുമൊക്കെ വെച്ച് ട്രാക്ക് ചെയ്ത് പോലീസുകാർ പോവുകയാണ്. ഏകദേശം 60 കിലോമീറ്ററുകളോളം ഇങ്ങനെ പോലീസുകാർ ആ ഒരു സ്ത്രീയെ ട്രാക്ക് ചെയ്യുകയാണ്. അങ്ങനെ ബക്കർവാല എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് ആ ഒരു സ്ത്രീ എത്തിയതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. അവിടെ ആ സ്ത്രീ തങ്ങിയിരുന്ന സ്ഥലം കണ്ടെത്തുകയായിരുന്നു. പോലീസുകാർ ആ സ്ത്രീ തങ്ങിയിരുന്ന സ്ഥലത്തെത്തി നോക്കുമ്പോൾ അവിടുത്തെ ഡോറും കാര്യങ്ങളൊക്കെ ലോക്ക്ഡ് ആയിരുന്നു. അതായത് പോലീസുകാർ തന്നെ അന്വേഷിച്ച് എന്തായാലും വരുമെന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കിയിട്ടുണ്ടാകാം. അതുകൊണ്ട് അവിടെ നിന്ന് വീടും കാര്യങ്ങളൊക്കെ പൂട്ടി നൈസായിട്ട് എസ്കേപ്പ് ആയതായിരുന്നു. പോലീസുകാരെങ്ങനെ അവരുടെ ഫോൺ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്തു. അതിനുശേഷം അവരെ ട്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. 2 ദിവസത്തിനുള്ളിൽ പോലീസുകാർ അവരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. പൂജാകുമാരി എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര്. ക്വസ്റ്റ്യൻ ജയിലിൽ താൻ തന്നെയാണ് ആ ഒരു പയ്യനെ കൊലപ്പെടുത്തിയതെന്നുള്ളത് ആ സ്ത്രീ സമ്മതിക്കുകയാണ്. എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൂര കൃത്യം ചെയ്തതെന്ന് പൂജാകുമാരിയോട് പോലീസുകാർ ചോദിച്ചപ്പോൾ അവരവരുടെ മോട്ടീവ് പറയുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെയും ഒരു റീസൺ ഉണ്ടാകുമെന്നുള്ളൊരു തരത്തിൽ പോലീസുകാർ ചിന്തിച്ചു പോവാണ്. ഈ ഒരു കഥ തുടങ്ങുന്നത് ഏകദേശം ഒരു 2019 ടൈമിലാണ്. ആ സമയത്താണ് ബക്കർവാല എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് ഒരു IT കമ്പനിയിൽ ആ പെൺകുട്ടി ജോലിക്ക് കയറുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ജോലിയാണ്. വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കി നല്ല സ്മൂത്തായിട്ട് ആ ഒരു പെൺകുട്ടിയുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. ആ ഒരു ടൈമിലാണ് തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളെ ആ പെൺകുട്ടി പരിചയപ്പെടുന്നത്. ആ ആളുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയെക്കാളും ഏകദേശം ഒരു 10-18 വയസ്സിന് മൂത്തതായിരുന്നു. ആ ടൈമിൽ പൂജാകുമാരിക്ക് 21 വയസ്സായിരുന്നു കേട്ടോ പ്രായം. അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കാനായിട്ട് തുടങ്ങി. നല്ല രീതിയിൽ അടുത്തിടപഴകാനായിട്ട് തുടങ്ങി. ഇവർക്കിടയിൽ ഒരു പ്രണയം രൂപപ്പെടുകയാണ്. അപ്പോൾ ഇയാളുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ഇയാൾ ഓൾറെഡി കല്യാണം കഴിച്ച ഒരാളായിരുന്നു. അയാൾക്ക് ഇതേപോലെ തന്നെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. പിന്നെ ആളുടെ വൈഫിനായിട്ട് അടിയായിട്ട് പിരിഞ്ഞ് താമസിക്കുകയായിരുന്നു. ഇവർ പരിചയപ്പെടുന്ന ഒരു സമയത്ത് തന്നെ വൈഫായിട്ട് അടിയാണെന്നും അതുപോലെ തന്നെ ഒറ്റക്കൊരു വാടക വീട്ടിൽ പിരിഞ്ഞ് താമസിക്കുകയാണ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇയാൾ വേറെ ആരും ആയിരുന്നില്ല, ഈ ദിവ്യാൻഷിൻ്റെ അച്ഛനായിട്ടുള്ള ജിതേന്ദ്രയായിരുന്നു. ആ ഒരു സമയത്ത് ആളും നീലും തമ്മിൽ നല്ല അടിയായിരുന്നു. ആ ഒരു ടൈമിൽ നീലു വേറെ താമസിക്കുകയായിരുന്നു, ഇയാൾ വേറെ താമസിക്കുകയായിരുന്നു. അങ്ങനെ ഇവർ തമ്മിൽ പ്രണയത്തിലാവുകയാണ്. ഇവർ എന്താ പറയുക, ഒരുമിച്ച് ജീവിക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്ടോബർ മാസം 2019 ഇവരുടെ രണ്ടുപേരുടെയും വിവാഹം കഴിയുകയാണ്. അതായത് ഒരു അമ്പലത്തിൽ പോയിട്ട് താലി കെട്ടാണ്. രജിസ്ട്രേഷനും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ആള് ഓൾറെഡി കല്യാണം കഴിച്ച ഒരാളായിരുന്നു. പിന്നെ പെട്ടെന്നുകൊണ്ടൊന്നും ഡിവോഴ്സ് ഒന്നും കിട്ടാനുള്ള ചാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ആൾക്ക് ഓൾറെഡി ഒരു മകനുണ്ടായിരുന്നു. പിന്നെ വൈഫും സമ്മതിക്കില്ല. അങ്ങനെ ഇങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇയാൾ ഈ പൂജയുടെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ തന്നെ ജീവിക്കാം, കുറച്ച് കഴിയുമ്പോൾ ഞാൻ എൻ്റെ വൈഫിനെ ഡിവോഴ്സ് ചെയ്തോളാം, അതിനുശേഷം പിന്നെ വലിയ സീനൊന്നും ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യം ഈ ഒരു പൂജയുടെ അടുത്ത് പറയുകയായിരുന്നു. പിന്നെ ചില സമയങ്ങളിൽ ദിവ്യാൻഷി അച്ഛൻ്റെ കൂടെയായിരുന്നു താമസിക്കുന്നുണ്ടായിരുന്നത്. ആ ഒരു ടൈമിൽ പൂജയുമായിട്ട് ഈ ദിവ്യാൻഷുവിനും പരിചയം ഉണ്ടാവുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു ടൈമിൽ ഇവർക്കിടയിൽ കുറച്ച് പ്രശ്നം ഉണ്ടാവുകയാണ്. ആദ്യം ദിവ്യാൻഷും പൂജയും തമ്മിൽ നല്ലൊരു സ്നേഹത്തിലായിരുന്നെന്നുണ്ടെങ്കിലും പിന്നീട് എന്താ പറയുക, ഇവർക്കിടയിൽ ഒരു ബാധ്യതയായിട്ട് ഈ ഒരു ദിവ്യാൻഷിനെ ഈ ഒരു പൂജയ്ക്ക് തോന്നുകയാണ്. അങ്ങനെ ആ ഒരു പയ്യനുമായിട്ട് വളരെ മോശമായിട്ട് ഇടപെടാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ ഒരു കാര്യം ഇതേപോലെ തന്നെ ജിതേന്ദ്രയും കാണുകയാണ്. അങ്ങനെ അതിൻ്റെ പേരിൽ ഇവർ രണ്ടുപേരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അതായത് തൻ്റെ മകൻ്റെ പേരിൽ തൻ്റെ കാമുകിയുമായിട്ട് ഇയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കിടയിലുള്ള ഒരു പ്രശ്നമായിട്ട് ഈ ഒരു ദിവ്യാൻഷി മാറുകയാണ്. പൂജയ്ക്കാണെന്നുണ്ടെങ്കിൽ ദിവ്യാൻഷിനോട് വല്ലാത്ത രീതിയിലുള്ള ഒരു ദേഷ്യം വരികയാണ്. അപ്പോൾ ആ ഒരു ടൈമിലാണ് പൂജയ്ക്ക് അവരുടെ തന്നെ വേറൊരു ബ്രാഞ്ചിലോട്ട് ട്രാൻസ്ഫർ കിട്ടുന്നത്. അതിൻ്റെ ഇടയിൽ ലോക്ക്ഡൗൺ വരികയും ചെയ്തു. അപ്പോൾ അതിനുശേഷം ഇവർ തമ്മിൽ കാണലും കാര്യങ്ങളൊക്കെ വല്ലാത്ത രീതിയിൽ കുറയുകയായിരുന്നു. എന്നാൽ അതിൻ്റെ ഇടയിൽ വേറെയും കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചു. അതായത് ഈ നീലുവിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ അവർക്കും ഇയാളെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പെർമനൻ്റ്ലി പിരിഞ്ഞു പോകണം എന്നുള്ള താല്പര്യവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇയാൾക്കാണെന്നുണ്ടെങ്കിലും ആളൊരു ഡബിൾ മൈൻഡിൽ നിൽക്കുകയായിരുന്നു. ആ ഒരു ടൈമിൽ ഇതേപോലെ തന്നെ ആദ്യ ഭാര്യയുമായിട്ട് ഇയാൾ കമ്മ്യൂണിക്കേഷൻ തുടരുകയാണ്. ഇവർ തമ്മിൽ സംസാരിക്കുകയാണ്. പതിയെ പതിയെ ഇവർ രണ്ടുപേരും വീണ്ടും സെറ്റ് ആവാണ്. ഒരുമിച്ച് ജീവിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തുകയും ചെയ്തു. ഇതിനുവേണ്ടി ജിതേന്ദ്ര ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ ആ ഒരു കമ്പനിയിലത്തെ ജോലിയും കാര്യങ്ങളും റിസൈൻ ചെയ്തു. ആളുടെ നമ്പർ മാറ്റി, അഡ്രസ്സ് മാറ്റി.
ആള് എന്താ പറയുക അവിടെ നിന്ന് സ്ഥലം കാലിയാക്കാണ്. ആൾ വേറൊരു സ്ഥലത്തോട്ട് പോയി ഇതേപോലെ തന്നെ ഒരു വീട് വാടകയ്ക്ക് എടുത്തു, വേറൊരു കമ്പനിയിൽ ജോലിക്ക് അപ്ലൈ ചെയ്തു, അവിടെ ജോലി കിട്ടി. അങ്ങനെ അവരുടെ ലൈഫ് വേറൊരു രീതിയിൽ ഇങ്ങനെ ജീവിച്ച് തുടങ്ങുകയാണ്. അതായത് കംപ്ലീറ്റ്ലി ആൾ പൂജയെ ഒഴിവാക്കുകയാണ്, എല്ലാ സ്ഥലത്തുനിന്നും പൂജയെ ബ്ലോക്ക് ചെയ്യാണ്, യാതൊരു വിധത്തിലും കോണ്ടാക്ട് ചെയ്യേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തുകയാണ്. അതിനുശേഷം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ജിതേന്ദ്രയുടെയും നീലുവിൻ്റെയും ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. എന്നാൽ ആ ഒരു ടൈം തുടങ്ങിയിട്ട് പൂജ ഇയാളുടെ പിന്നാലെ തന്നെയായിരുന്നു, ഇയാളെ ട്രാക്ക് ചെയ്യാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാട് നാളത്തെ ശ്രമത്തിനൊടുവിൽ ഒരു കോമൺ ഫ്രണ്ട് ത്രൂ ഇയാളുടെ നമ്പർ അവർക്ക് ലഭിക്കുകയാണ്. അതിനുശേഷം ജിതേന്ദ്രയെ ഇവർ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ജിതേന്ദ്ര പറഞ്ഞെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ രണ്ടുപേരും, അതായത് ഞാനും എൻ്റെ വൈഫ് ഇപ്പോൾ സമാധാനമായിട്ട് ജീവിക്കുകയാണ്, ഞങ്ങൾ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ട് സ്മൂത്തായിട്ട് പോവാണ്, നീ എന്തായാലും എന്നെ മറന്നേക്ക്, ഇനിയിപ്പോൾ നമ്മൾ തമ്മിൽ അങ്ങനെയുള്ള യാതൊരു ബന്ധവും വേണ്ട, എന്തായാലും എന്നെ കൊണ്ട് നടക്കില്ല, എനിക്ക് എൻ്റെ മകനും അതുപോലെ തന്നെ ഭാര്യയൊക്കെ തന്നെയാണ് വലുത്, മകന് വേണ്ടിയിട്ട് എനിക്ക് അങ്ങനെയൊക്കെ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളതൊക്കെ പറയുകയാണ് ഉണ്ടായത്. എന്നാൽ പൂജക്ക് അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അപ്പോൾ പൂജ എന്താ പറയുക, ഫോൺ വിളിച്ച് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. അറ്റ്ലീസ്റ്റ് നേരിട്ട് ഒരു തവണ കാണണം എന്നുള്ള കാര്യം പൂജ പറഞ്ഞപ്പോൾ അതിന് പോലും ജിതേന്ദ്ര പറ്റില്ല എന്നുള്ള രീതിയിലായിരുന്നു മറുപടി പറഞ്ഞത്. അപ്പോൾ പൂജ ദേഷ്യത്തിൽ പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിനക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഞാൻ ഇല്ലാതാക്കുന്നുള്ളൊരു തരത്തിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ പൂജ ഇയാളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ തപ്പാണ്. കറക്റ്റ് ഇയാളുടെ വീടും കാര്യങ്ങളും എവിടെയാണെന്നുള്ളത് അവരെ കൊണ്ട് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. എന്നാലും കോമൺ ഫ്രണ്ട്സ് ത്രൂ ഇയാൾ വർക്ക് ചെയ്യുന്ന കമ്പനി അവർ കണ്ടെത്തുകയാണ്. എന്നിട്ട് അയാളറിയാതെ അയാൾക്ക് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യാണ്. എന്നിട്ട് ഇയാളറിയാതെ ഇയാളെ ഫോളോ ചെയ്ത് ഇയാൾ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളത് കണ്ടെത്തി. അതിനുശേഷം ഇവരെപ്പോഴാണ് പുറത്തോട്ട് പോകുന്നത്, ആരൊക്കെ അവിടെ താമസിക്കുന്നുണ്ട്, ആരൊക്കെ എപ്പോഴെപ്പോൾ പുറത്തോട്ട് പോകും, ആരൊക്കെ എപ്പോൾ തിരിച്ചു വരും, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഇവർ അനലൈസ് ചെയ്യുകയായിരുന്നു. അങ്ങനെ ഓഗസ്റ്റ് 10, 2023 അവർ നേരെ ആ ഒരു അപ്പാർട്ട്മെൻറ്റിലോട്ട് പോവുകയാണ്. ആ ടൈമിൽ ജിതേന്ദ്ര അവിടെ ഉണ്ടായിരുന്നില്ല, നീലു ഉണ്ടായിരുന്നില്ല. ആ പയ്യൻ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഡോറാണെന്നുണ്ടെങ്കിൽ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവർ ഇതേപോലെ തന്നെ ഡോറ് തുറന്ന് അകത്തോട്ട് കയറിയപ്പോൾ ഈ പയ്യൻ അവിടെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഈ പയ്യൻ കാരണമാണ് തനിക്കും ജിതേന്ദ്രക്കും ഒരുമിച്ച് ജീവിക്കാനായിട്ട് പറ്റാതിരുന്നത് എന്നുള്ളൊരു ദേഷ്യം അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പയ്യൻ്റെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം അതൊരു സ്റ്റോറേജ് ബെഡായിരുന്നു. ആ ബെഡിൻ്റെ എന്താ പറയുക, സ്റ്റോറേജ് സ്പേസിൽ ആ ഒരു പയ്യൻ്റെ ബോഡി ഡംപ് ചെയ്യാണ്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് സ്റ്റഫ് ചെയ്ത് വെക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അവിടെ നിന്ന് ആ സ്ത്രീ എസ്കേപ്പ് ആയത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ പോലീസുകാർ ആ ഒരു സ്ത്രീയെ പിടികൂടുകയായിരുന്നു. ആ സ്ത്രീ ഇപ്പോൾ ജയിലിലാണ്, കേസാണെന്നുണ്ടെങ്കിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റജീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.